റിയാദിൽ നടന്ന പ്രഥമ അന്താരാഷ്ട്ര നോൺ പ്രോഫിറ്റ് ഫോറം സമാപിച്ചു. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ റാജിയുടെ നേതൃത്വത്തിൽ നടന്ന ഫോറത്തിൽ 3000-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു. സൗദിയിലെ നാഷണൽ സെന്റർ ഫോർ നോൺ പ്രോഫിറ്റ് സെക്ടറിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായാണ് പ്രഥമ അന്താരാഷ്ട്ര നോൺ പ്രോഫിറ്റ് ഫോറം സംഘടിപ്പിച്ചത്. പൊതു സ്വകാര്യ നോൺ പ്രോഫിറ്റ് മേഖലകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അന്താരാഷ്ട്ര പ്രതിനിധികൾ, സംരംഭകർ എന്നിവരുൾപ്പെടെ 3800-ലധികം പേരാണ് ഫോറത്തിൽ പങ്കെടുത്തത്. 30ഓളം പാനൽ ചർച്ചകളിലായി 20 രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലധികം വിദഗ്ധർ പങ്കെടുത്തു. നോൺ പ്രോഫിറ്റ് മേഖലയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പങ്കാളിത്തം വിപുലീകരിക്കുന്നതിനും ഊന്നൽ നൽകിയായിരുന്നു ചർച്ചകൾ. സൗദിയിൽ 1500 നോൺ പ്രോഫിറ്റ് സംഘടനകളും സൊസൈറ്റികളുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 7000-ആയി. ഈ സംഘടനകളിൽ 20,000 ജീവനക്കാരുണ്ടായിരുന്നത് ഇപ്പോൾ 1,40,000-ആയി ഉയർന്നു. 40,000 സൗദി സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നത് ഒരു വർഷത്തിനകം 15 ലക്ഷമായി. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ ഇവർ സേവനം ചെയ്യുന്നു. നോൺ പ്രോഫിറ്റ് മേഖലയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും AI സാങ്കേതികവിദ്യ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും സ്ഥായിയായ സാമ്പത്തിക നില കൈവരിക്കുന്നതിനും സഹായകരമാകുന്ന നിർദ്ദേശങ്ങളും പഠനങ്ങളും ശുപാർശകളുമെല്ലാം സമ്മേളനം മുമ്പാകെ വന്നതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് റാജി പറഞ്ഞു. ഫോറത്തിനിടെ വസക്ക് എന്ന നോൺ പ്രോഫിറ്റ് ഇൻഷുറൻസ് ഇനീഷ്യേറ്റീവ്, നോൺ പ്രോഫിറ്റ് റിസർച്ച് അവാർഡുകൾ എന്നീ 2 പുതിയ സംരംഭങ്ങൾ സെന്റർ പ്രഖ്യാപിച്ചു. ശാസ്ത്ര ഗവേഷണം, ഡിജിറ്റൽ പരിവർത്തനം തുടങ്ങി വിവിധ മേഖലകളിലായി 43-ലധികം സഹകരണ കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചു. സൗദി വിഷൻ 2030-ന്റെ കീഴിൽ സുസ്ഥിര വികസനത്തിന് നോൺ പ്രോഫിറ്റ് മേഖലയ്ക്ക് ലഭിക്കുന്ന ശക്തമായ പിന്തുണയാണ് റിയാദിലെ ഉച്ചകോടി പ്രതിഫലിപ്പിക്കുന്നതെന്ന് NCNP CEO അഹമ്മദ് അൽ സുവൈലം പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.